ഹലോ. അപ്പോൾ അടുത്ത വീക്കെൻഡായി നമുക്ക് അടുത്ത ഡ്രിങ്ക് ട്രൈ ചെയ്യാം. സോ ഇന്നത്തെ ഐറ്റം ഈസ് ഓവർഹാക്കൻ ഓൾഡ് ഫാഷൻഡ്. സാധനം സ്പെല്ലിംഗ് കണ്ട അങ്ങനെയൊന്നും തോന്നില്ലെങ്കിലും അതാണ് അതിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ. ഞാൻ നോക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഈസി ഡ്രിങ്ക്. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. ഓൾസോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിഫ് ഓഫ് വിസ്കി ഓൾഡ് ഫാഷൻഡ്. സോ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അത് മെസ്കാൽ വെച്ചിട്ടാണ് നമ്മുടെ ഡ്രിങ്ക്. സോ ഞാൻ ഈയിടെയായിട്ട് മെസ്കാൽ കുറച്ച് ട്രൈ ഔട്ട് ചെയ്യായിരുന്നു. അതിൽ ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടതാണിത്. സോ ബേസിക്കലി നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. നമുക്ക് റെപ്പസാഡോ ടെക്കീല ഉണ്ട്. റെപ്പസാഡോ നമ്മുടെ 1800 ആണ്. ദാറ്റ്സ് വൺ. ആൻഡ് ദി അതർ വൺ നമ്മുടെ മെസ്കാൽ. സോ ഇപ്രാവശ്യം ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു, എൽ പഡ്രീനോ. ഐ ജസ്റ്റ് ഫൗണ്ട് എ ന്യൂ വൺ, സോ ഐ ജസ്റ്റ് ഗോട്ട് ദാറ്റ്. പിന്നെ ആംഗസ്റ്റൂറ ബിറ്റേഴ്സ്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട്. ആൻഡ് നമ്മുടെ ഐറ്റം അഗാവെ നെക്ടർ. ദാറ്റ്സ് വെരി മച്ച് ഇറ്റ്. പിന്നെ നമുക്ക് ഐസ് വേണം. സോ ഇത് ബേസിക്കലി ഗ്ലാസ്സിൽ തന്നെ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് ആണ്. അത് നമ്മളൊരു വലിയ ഐസ് ക്യൂബ് അതിനകത്തോട്ട് ഇട്ടിട്ടാണ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. സോ ഐ ജസ്റ്റ് ഷോ ഇറ്റ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് ഐസ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ മേടിച്ച ഐസ് പ്രെറ്റി ബിഗ് ആയതുകൊണ്ട് ഇപ്രാവശ്യം ഐ ഹാവ് ടു കൈൻഡ് ഓഫ് ഷേവ് ഇറ്റ് ഓൺ ദ സൈഡ്സ് ജസ്റ്റ് ടു കൈൻഡ് ഓഫ് ഫിറ്റ് ഇറ്റ് ഇൻസൈഡ് ദ ഗ്ലാസ്. സോ ആ പണിയും നമുക്കിന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് വി ഗോണ ആഡ് 2 dashes ഓഫ് ആംഗസ്റ്റൂറ ബിറ്റേഴ്സ്. സംഭവം തീരാറായതുകൊണ്ട് അധികം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇടേണ്ടി വന്നു. ആൻഡ് നെക്സ്റ്റ് 1.5 ounce ഓഫ് റെപ്പസാഡോ. ആൻഡ് ദെൻ ആക്ച്വൽ റെസിപ്പിയിൽ ഇറ്റ്സ് സപ്പോസ് ടു ബി 1/2 ounce ഓഫ് മെസ്കാൽ, ബട്ട് നമുക്ക് കുറച്ചും കൂടെ കള്ളു വേണമല്ലോ, അതുകൊണ്ട് I'm going to add 1 ounce ഓഫ് മെസ്കാൽ. 1 bar spoon ഓഫ് agave nectar. ഇനി നമ്മുടെ ഐസ് കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് എടുക്കും. അതാ ഞാൻ പറഞ്ഞ ഇറ്റ്സ് വെരി സിമ്പിൾ ഡ്രിങ്ക്. കണ്ടോ, ഐറ്റം കുറച്ച് വലുതാണ്. സോ നമ്മൾ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ചെത്തി എടുക്കുമ്പോഴേക്കും ഇതിനകത്ത് കയറണ സെറ്റപ്പ് ആവും. സോ കയറുമെന്ന് വിചാരിക്കണം. ഞാൻ പിന്നെ ഷേവ് ചെയ്യുമ്പോഴും കത്തിയുടെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചാണ് ചെയ്യണത്, ഇല്ലെങ്കിൽ കത്തിയുടെ മൂർച്ചയും കൂടി പോകണ്ടല്ലോ. ഇറ്റ് ഫിറ്റ്സ് ഇൻ. സോ നമ്മളിനി സ്റ്റിർ ചെയ്യും. അത് നല്ലപോലെ സ്റ്റിർ ചെയ്ത് കുറച്ചധികം ടൈം എടുക്കും. സംഭവം മൊത്തത്തിൽ ഫുൾ ഡ്രിങ്ക് ഒന്ന് ചില്ലാവണം. അത് നമുക്ക് സൈഡ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം തണുത്ത് ഒരു ലെവലിലെത്തും. സോ ബേസിക്കലി കോൾഡ് ടച്ച് ആയിട്ടുണ്ട് ഗ്ലാസ്. ആൻഡ് ഓൾസോ ലൈറ്റ് ലെവലിൽ ഫ്രീ ഇത് തണുത്തിട്ടുമുണ്ട്. സംഭവം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇവിടെ കാണിച്ചു നോക്കാം. എനിവേ സോ ദാറ്റ്സ് വെരി മച്ച് ഇറ്റ്. ഈസി. ഇനി എന്തായാലും ടേസ്റ്റ് നോക്കാം. ഇറ്റ്സ് വെരി സ്ട്രോങ്. ഞാൻ അധികം അങ്ങനെ ഓവർ ഡ്രൈ ഡ്രിങ്ക്സ് അധികം കഴിക്കാറില്ല, പക്ഷേ ഇതെനിക്ക് ഓവറോൾ ഫ്ലേവർ നൈസ് ആയതുകൊണ്ട്, മെസ്കാലും ആംഗസ്റ്റൂറ ബിറ്റേഴ്സും എല്ലാം കൂടെ വരുമ്പോഴത്തെ ആ ഫ്ലേവർ നൈസ് ആയതുകൊണ്ട് ഇറ്റ്സ് റിയലി നൈസ്. പക്ഷേ ഇച്ചിരി സ്ട്രോങ് ഡ്രിങ്ക് ആണ്. അതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഓർത്തിരിക്കുക. ആദ്യത്തെ ഒരു സിപ്പ് എടുക്കുമ്പോഴേക്കും നമുക്ക് ആ ആൽക്കഹോൾ അങ്ങോട്ട് ഫീൽ ചെയ്യും. ആക്ച്വലി ആ പോകുന്ന ഒരു വഴിയൊക്കെ നമുക്ക് പിടികിട്ടും. സോ നൈസ്. പിന്നെ ഇതിങ്ങനെ പതുക്കെ ടൈം എടുത്ത് സിപ്പ് ചെയ്ത് സ്ലോലി ഡ്രിങ്ക് ചെയ്യേണ്ട ഒരു ഡ്രിങ്കും കൂടെയാണ്. കാരണം ഇതിൻ്റെ ഐസ് ഇനി പതുക്കെ മെൽറ്റ് ആവുള്ളൂ. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ഔർ ടൈം വിത്ത് ഇറ്റ്. ആൻഡ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് കഴിച്ച് ആ ഒരു മോഡിൽ പോകേണ്ട സംഭവമാണ്. മറ്റേതൊക്കെ ഫ്രൂട്ടിയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ തോന്നും. ഇത് കുറച്ച് സ്ട്രോങ് കൂടി ആയതുകൊണ്ട് ഡൈല്യൂഷൻ സ്ലോലിയേ നടക്കുകയുള്ളൂ. സോ നമ്മൾ പതുക്കെ ഓരോ സിപ്പായിട്ട് എടുത്ത് പതുക്കെ ടൈം എടുത്ത് അടിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഇറ്റ്സ് വെരി ഈസി. ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. സോ കുറച്ച് ഐറ്റംസ് മേടിച്ചാൽ മതി. പിന്നെ നല്ലൊരു ഐസ് ക്യൂബ് വേണം. ആ സംഭവം നോക്കി മേടിക്കുകയാണെങ്കിൽ ഗ്ലാസ്സിൽ ഫിറ്റ് ആവുന്ന ടൈപ്പ് ഞാൻ ചെയ്ത പോലെ അല്ലാണ്ട്. സോ അത് നോക്കി മേടിക്കുക. നല്ലൊരു ഗ്ലാസ്സും ഉണ്ടെങ്കിൽ സെറ്റാണ് ഒരു വീക്കെൻഡ് ചില്ലിങ്. സോ
നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയുക. ഓക്കെ, ബൈ.